ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ജില്ലയിൽ ഏറ്റവും വലിയ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ഇവിടെ നിന്ന് വിജയിക്കുന്നത് വൻ ഭൂരിപക്ഷത്തിലാവുമെന്ന പ്രതീക്ഷ രാഹുൽ കൈവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി കേരള മണ്ണിൽ മത്സരത്തിന് ഇറങ്ങുകയാണ് കോൺഗ്രസ് നേതാവ്. സത്യത്തിൽ വയനാട് മണ്ഡലവും രാഹുലിന് ഒരു അഗ്നിപരീക്ഷയാണെന്ന് പറയേണ്ടി വരും. കാരണം 2019 സാഹചര്യങ്ങളിൽ നിന്ന് മാറി രാഷ്ട്രീയ അന്തരീക്ഷം പൂർണ്ണമായി മറ്റൊരു തലത്തിലേക്ക് എത്തി എന്നതാണ് വസ്തുത. ഇതിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ ജനങ്ങൾ പ്രതികരിക്കുമെന്ന് പരിശോധിക്കുന്ന മനോരമയുടെ പ്രീപോൾ സർവേ പുറത്തുവന്നിരിക്കുകയാണ്. ഏതായാലും രാഹുലിന് ആശ്വസിക്കാം. വയനാട് മണ്ഡലത്തിൽ ഇക്കുറിയും രാഹുൽ ഗാന്ധി തന്നെ ജയിക്കുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. കൈപ്പത്തി ചിഹ്നത്തിൽ കല്ലിനെയോ തൂണിനെയോ നിർത്തിയാൽ പോലും അനായാസം ജയിക്കുമെന്ന് തമാശ രൂപേണ പറയുന്ന വയനാട് മണ്ഡലത്തിൽ ഇക്കുറി രാഹുലിന് വെല്ലുവിളി ഉയർത്താൻ ദേശീയ നേതാവായ ആനി രാജയ്ക്കും കെ സുരേന്ദ്രനും കഴിയില്ലെന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ആശങ്കയാകുന്ന കാര്യമെന്തെന്നാൽ മണ്ഡലത്തിൽ രാഹുലിന്റെ വോട്ട് വിഹിതത്തിൽ ഇടിവുണ്ടാകും എന്നതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ പ്രകടമായ വ്യത്യാസം മനസ്സിലാകുന്നത്. ആകെ തുകയിൽ രാഹുലിന് ഗംഭീര ഭൂരിപക്ഷം ലഭിക്കുമെന്ന് തന്നെയാണ് സർവേ വ്യക്തമാക്കുന്നത്. എങ്കിൽ കൂടി വോട്ട് വിഹിതത്തിൽ ഉണ്ടാവുന്ന കുറവ് കോൺഗ്രസിനെ ഇരുത്തി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. മണ്ഡലത്തിൽ കന്നി മത്സരത്തിന് ഇറങ്ങുന്ന BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് BDJS നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയാണ്. ഇത്തവണ സുരേന്ദ്രൻ നേരിട്ട് ഇറങ്ങുന്നതോടെ 4% വോട്ടാണ് സുരേന്ദ്രൻ അധികം നേടുകയെന്നാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത് രാഹുലിന്റെ വോട്ട് വിഹിതത്തിൽ വിള്ളലുണ്ടാക്കുമെന്ന് പ്രകടമാണ്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി 64.67% വോട്ട് മണ്ഡലത്തിൽ നിന്ന് നേടിയിരുന്നു. ഇത്തവണ അത് 62.5% കുറയുമെന്നാണ് സർവേയിൽ പറയുന്നത്. രാഹുലിനെ കൂടാതെ ഇത്തവണ വോട്ട് വിഹിതത്തിൽ ഇടിവ് നേരിടുമെന്ന് സർവേ പ്രവചിക്കുന്ന മറ്റൊരു മുതിർന്ന നേതാവ് കൂടിയുണ്ട്. കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന KPCC അധ്യക്ഷൻ കെ സുധാകരനാണ് അപായ സൂചന ലഭിച്ച മറ്റൊരു നേതാവ്. രാഹുലിന്റെ ജയം സുനിശ്ചിതമെങ്കിൽ കണ്ണൂരിൽ സുധാകരന്റെ കാര്യം അത്ര പന്തിയല്ല. കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥി കെ സുധാകരനും LDF സ്ഥാനാർത്ഥി MV ജയരാജനും 43% വീതം വോട്ട് നേടുമെന്നാണ് സർവേ പറയുന്നത്. കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ സുധാകരൻ 50.27% വോട്ട് നേടിയാണ് വിജയിച്ചത്. 7% വോട്ടിന്റെ ഇടിവാണ് സുധാകരൻ നേരിടേണ്ടി വരികയെന്നാണ് സർവേ പറയുന്നത്. ഇതുപ്രകാരം കണ്ണൂർ മണ്ഡലത്തിൽ വ്യക്തമായി ആര് ജയിക്കുമെന്ന് സർവേയിൽ പറയുന്നില്ല. LDF മികച്ച മുന്നേറ്റമുണ്ടാക്കി മണ്ഡലം പിടിച്ചെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഇതോടെ 2019 തെരഞ്ഞെടുപ്പിലെ ഏകപക്ഷീയമായ ഫലം ഇക്കുറി പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് ഇതുവരെ സർവേയിൽ നിന്ന് വ്യക്തമാവുന്ന കാര്യം. ഇത്തവണ കേരളത്തിൽ മികച്ച മത്സരം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ആലത്തൂർ. മന്ത്രി കെ രാധാകൃഷ്ണനും രമ്യ ഹരിദാസും തമ്മിലാണ് ഇവിടെ മത്സരം. 24 ന്യൂസ് ചാനൽ നടത്തിയ സർവേയിൽ ഈ മണ്ഡലത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് 46.5% പേരും അനുകൂലിക്കുന്നത് LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനെയാണ്. 41.7% പേരാണ് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ പിന്തുണച്ചത്. 9.6% പേർ BJP സ്ഥാനാർത്ഥി TN സരസുവിനെയും അനുകൂലിക്കുന്നുണ്ട്. മണ്ഡലത്തിലെന്നല്ല ജില്ലയിൽ തന്നെ ജനസമ്മതനായ നേതാവാണ് കെ രാധാകൃഷ്ണൻ. ഈ ജനപ്രീതി തന്നെയാണ് മന്ത്രിയായിരുന്നിട്ടുകൂടി അദ്ദേഹത്തെ രംഗത്തിറക്കാൻ CPM-നെ പ്രേരിപ്പിച്ചത്. അത് ഫലം കണ്ടേക്കുമെന്നാണ് സർവേ ഫലങ്ങൾ നൽകുന്ന സൂചനയും. ഇത് രമ്യ ഹരിദാസിന് ഏത് രീതിയിൽ തിരിച്ചടിയാവുമെന്ന് കണ്ടു തന്നെ അറിയണം. ഏതായാലും തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കാൻ അരയും തലയും മുറുക്കി മത്സര രംഗത്തിറങ്ങുകയാണ് മുന്നണികൾ. എന്നാൽ ഇതിനോടകം പല മണ്ഡലങ്ങളിലെയും രാഷ്ട്രീയ സാഹചര്യം മാറി മറിയുന്ന കാഴ്ചകൾക്കും നാം സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്.